ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് വീട്ടിൽ ജിസയിലും ആര്യനും തമ്മിൽ ഒരു ചപ്പാത്തിയുടെ പേരിൽ നല്ലൊരു അടി നടന്നിരിക്കുകയാണ്. ആര്യൻ പറയുകയാണ് ജിസേൽ പട്ടിണി കാർഡ് ഇറക്കുകയാണ്. ജിഷിൻ്റെ സിസ്റ്ററാണ്. ജിഷിനും ഈ ഒരു കാർഡ് തന്നെയാണ് കളിക്കുന്നത്. ഫേക്ക് ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ ജിസേലിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ജിസേൽ പറയുകയാണ് നീ എന്നെ പട്ടിണിക്കിട്ടു. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ആദില തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആദില പറയുകയാണ് നീ ഈ ഒരു കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയം അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആര്യനല്ല നിന്റെ നോക്കേണ്ടത് എന്നുള്ളത് ആര്യനെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു വഴക്ക് കാണുമ്പോൾ പക്ക ആർട്ടിഫിഷ്യലായാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഇവർ പരസ്പരം ഡ്രാമ കളിക്കുകയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ ഇവർ രണ്ടാളും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സാണ്, അല്ലെങ്കിൽ ഇവർ കോംബോ കളിക്കുകയല്ല, ഗ്രൂപ്പ് പ്ലേ കളിക്കുകയല്ല എന്നുള്ളത് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടിലാണ് ഈ ഒരു ഡ്രാമ എന്നാണ് പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ ഇത് ഫീൽ ചെയ്തത്. കാരണം ഇവർ പരസ്പരം താങ്ങും തണലുമായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ജിസേലിൻ്റെ അടിമയാണ് ഈ പറഞ്ഞ ആര്യൻ. ജിസേലിൻ്റെ തുണി കഴുകി കൊടുക്കാനും പാത്രം കഴുകി കൊടുക്കാനും ബാത്റൂം കഴുകി കൊടുക്കാനൊക്കെയുള്ള ജിസേലിൻ്റെ അടിമയാണ് ആര്യൻ എന്നുള്ളത് വീട്ടുകാരിൽ എല്ലാവരും പറയുന്നുണ്ട്. മാത്രമല്ല വൈൽഡ് കാർഡുകൾ വന്നപ്പോഴും ജിസേലിന് നല്ല രീതിയിലുള്ള ഹിൻറ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോംബോ അത് പക്ക നെഗറ്റീവാണ്. പുറത്ത് ഇവർ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ടല്ല കളിക്കുന്നത് എന്നുള്ളതാണ് പുറത്തോട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ പതിയെ ഒന്ന് ട്രാക്ക് മാറ്റാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ബി ഹോട്ടൽ ടാസ്കിൽ വൈൽഡ് കാർഡുകൾ വന്നതോടുകൂടി അതിനുശേഷം ഇവരിൽ നേരിയ വ്യത്യാസം ഇവരുടെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ അത് പ്രകടമായി തന്നെ അവരത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വീട്ടുകാരിലെ എല്ലാവരും അറിയേ അല്ലെങ്കിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആവാൻ തുടങ്ങി എന്നത് അറിയിക്കാനായിട്ട് പക്ക ഡ്രാമ കളിക്കുന്നതായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കാരണം അവർ തമ്മിലുള്ള ഒരു വഴക്ക് എനിക്ക് പക്ക ആർട്ടിഫിഷ്യലായാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രേക്ഷകർക്ക് എന്താ തോന്നിയത് എന്നുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പക്ഷേ ഇവർ രണ്ടുപേരും സ്ട്രോങ് പ്ലെയേഴ്സാണ്. ജിസേലാണെങ്കിലും ആര്യനാണെങ്കിലും സ്ട്രോങ് പ്ലെയേഴ്സാണ്. ഇൻഡിവിജ്വൽ ആണെങ്കിലും രണ്ടുപേരും സ്ട്രോങ് ആയി നിന്നാൽ മതി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവരുടെ ഇതൊരു ഡ്രാമയാണോ അതിന് ഇവർ റിയലായിട്ട് വഴക്കുണ്ടായതാണോ എന്നുള്ളതെല്ലാം വരും ദിവസങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചെയ്തേക്കും.